യുവ പാട്ടെഴുത്തുകാരിൽ ഇപ്പോൾ വെള്ളനാട്ട് നിരന്തരം കേൾക്കുന്ന ഒരു പേര് ബാലമുരളി, രചന ബാലമുരളി. നമുക്ക് ബാലുവുമായിട്ട് കുറച്ച് വിശേഷങ്ങൾ. ബാലു, നമസ്കാരം. നമസ്കാരം. ബാലു, എപ്പോഴാണ് ഈ ഒരു അസുഖം തുടങ്ങിയത്? അസുഖമാണ് ശരിക്കും. അല്ല, ഞാൻ കേൾക്കാം, കാരണം നേരത്തെ നമ്മളങ്ങനെ അല്ലേ, നേരത്തെ കേട്ടില്ല. ഈ ഇടയ്ക്കാണ് ഞാൻ ചില പാട്ടുകൾ കേട്ട് കൂടുതൽ കേൾക്കാൻ ശരിയാ. പാട്ടിൽ ശരിക്കും പണ്ടും എഴുതുമായിരുന്നു അല്ലേ? പക്ഷെ ഞാൻ തന്നെ വായിച്ച് ഞാൻ തന്നെ ചുരുട്ടി മാറ്റിയൊരു സല്യൂട്ട്. അതെല്ലാം സൂക്ഷിച്ച് കുറെ അധികം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെയൊക്കെ സംഭവിക്കുന്നു, അത്രേ ഉള്ളൂ. എന്താണ് തുടക്കം? ഈ പാട്ടെഴുത്തായിരുന്നോ അതോ കവിതയായിരുന്നോ? അത് സ്വാഭാവികമായിട്ടും കവിതയാണ്. അത് ഞാനെന്നല്ല, എന്നെ പോലെ എഴുതുന്ന എല്ലാവരും കവിതകൾ തന്നെയാണ് എഴുതി തുടങ്ങുക. പക്ഷെ അത് നമ്മുടെ ഒരു തൃപ്തിക്ക് വേണ്ടി പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാ നോട്ട് ബുക്കിന്റെ പുറകിൽ, പ്രത്യേകിച്ച് മലയാളം നോട്ട് ബുക്കിന്റെ ഒക്കെ പുറകിൽ 2 വരി 4 വരി നമ്മളിങ്ങനെ എഴുതി വിടാറുണ്ട്. എഴുത്തിന് ആദ്യം അത് തന്നെയാണ്. അതിങ്ങനെ കുറേ നാളിങ്ങനെ വന്നുകൊണ്ടിരുന്നു. പിന്നെ നമ്മുടെ ഈ കോളേജ് സമയമൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ ജീവിതഭാരം തലയ്ക്ക് കയറിയപ്പോ നമ്മളതൊക്കെ വച്ചു മതിയാക്കി കൂട്ടി കെട്ടിയൊക്കെ വച്ചു. പക്ഷെ അകത്ത് എപ്പോഴും സാധനങ്ങളുണ്ട്. പിന്നെ അങ്ങനെ എഴുതേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. കാരണം നമുക്ക് ഒരു 15 മിനിറ്റിലൊന്നും ഇരുന്നാലല്ലേ നമുക്ക് ഓട്ടമാണ്. മനസ്സൊക്കെ വേണം. നമുക്കൊരു രേഖപ്പെടുത്താൻ ഒരു മാർഗം ഇല്ലാതായി. അപ്പോഴും പഴയ നോട്ട് ബുക്കുകളൊക്കെ ഇപ്പോഴും വളരെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അല്ല, ഈ ആദ്യമായിട്ട് എഴുതിയൊരു പാട്ടിനെ കുറിച്ച് ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് ഈ ഒരു ആൽബത്തിന് വേണ്ടി ആദ്യമായിട്ട് എഴുതിയതും ഒരു ഭക്തിഗാനം തന്നെയാണ് ആദ്യം എഴുതിയത്. അതായത് വർഷങ്ങൾക്ക് മുമ്പേ അപ്പൊ എന്റെ പാട്ടുകളൊക്കെ സംഗീതം ചെയ്തിരിക്കുന്നത് വെള്ളനാട് ശ്രീ രാജ്മോഹൻ ചേട്ടനാണ്. പുള്ളിയുടെ ഉള്ളിലുള്ള ശുദ്ധ സംഗീതമാണ്. രാജ്മോഹനും ബാലമുരളിയായിട്ടൊരു നല്ലൊരു കോംബോ. ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. അപ്പൊ ഞാൻ എന്റെ കോളേജ് സമയത്ത് ഞാൻ ഇങ്ങനെ കുട്ടൻ ചേട്ടൻ തന്നെ വിളിക്കാം. കുട്ടൻ പറഞ്ഞിട്ടോ, ചേട്ടാ എനിക്കൊരു പാട്ട് എഴുതണം അവസരം. ആയില്ല. ഈ ഒരു സംഗീതം കൊടുത്തുകൊണ്ടുള്ള ആൽബത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ആ രീതിയിലേക്ക് മാറിയത് എപ്പോഴും? ശരി, പണ്ട് എനിക്ക് ഈ ഒരു ഗാനരചന എന്നൊരു മേഖലയോട് താല്പര്യമുണ്ട്. ഇപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എഴുതാറുണ്ട്. അത് എൻ്റെ അടുത്ത് നിൽക്കുന്ന വളരെ അപൂർവ ആൾക്കാർക്ക് മാത്രമേ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതുന്ന അറിയാം. പക്ഷെ എനിക്ക് താല്പര്യം സത്യം പറഞ്ഞ കഥകൾ എഴുതാനായിരുന്നു താല്പര്യം. കാരണം മനസ്സിലിങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ഒരാളുടെ സംസാരിക്കുമ്പോഴും എൻ്റെ മനസ്സ് വേറെ ഒന്നിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇപ്പൊ അതൊക്കെ മാറി. അപ്പൊ ശരിക്കും കഥകൾ, കാരണം ഞാൻ വായിച്ചിട്ടുള്ളതിലേറെയും കഥകളുമാണ്. ഞാൻ ഇതുവരെ ഒരു കവിതാ പുസ്തകം വായിച്ചിട്ടില്ല. അത് എൻ്റെ ഉണ്ട്. ഈ പഠിക്കുന്ന സമയത്ത് കാണാതെ പഠിക്കുന്നൊന്നല്ലാതെ ഒരു വലിയൊരു കവിതാ പുസ്തകം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ വായിച്ചിട്ടില്ല. എന്തെങ്കിലും ആവശ്യം വന്നാൽ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നോക്കും എന്നല്ലാതെ ഈ വരികൾ എവിടെ നിർത്തണം, അടുത്ത് എവിടെ തുടങ്ങണം, അങ്ങനെയുള്ളൊരു പഠനത്തിന് വേണ്ടിയിട്ടല്ലാതെ ഒരു ആസ്വാദനത്തിന് വേണ്ടിയിട്ട് ഞാനൊരു കവിതാ പുസ്തകം ഞാൻ അതുവരെ വായിച്ചിട്ടില്ല. മാത്രമല്ല, കവിത എൻ്റെ ഒരു കൺസെപ്റ്റാണ്. എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞും കൂടെ. ഒരു കാവ്യഭംഗിയോടുകൂടി ഒരു കവിത എഴുതുന്നതിന് ഒരു ഗഹനമായ അറിവും നല്ലൊരു ബോധവും ഒക്കെ വേണമെന്നാണ് എൻ്റെ ഒരു ധാരണ. ശരിയാണോ തെറ്റാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതെ, നമ്മൾ വലിയ ആൾക്കാരുടെ. അപ്പോൾ എനിക്കങ്ങനെ ഒരു കവി ആണ് എന്നൊന്നും അറിയപ്പെടുന്നതിക്ക് ഇപ്പോഴും എനിക്കങ്ങനെ താല്പര്യമില്ല. പക്ഷെ ഞാനിങ്ങനെ ഒരു ഗാനങ്ങളൊക്കെ എഴുതുന്ന, പാട്ട് എഴുതുന്ന ഒരാള് അങ്ങനെ കേൾക്കാൻ പണ്ട് ഒരു ഇഷ്ടം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ്. പിന്നെ ഈ പാട്ടിനോടൊരു താല്പര്യമുണ്ട് എനിക്ക്. അത് പൊതുവെ ഈ പാട്ടിനോടും ഒരു താല്പര്യം പണ്ടേ ഉണ്ട്. അപ്പൊ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ ഈണത്തിനനുസരിച്ച് എനിക്ക് തരുന്ന ഈണങ്ങൾക്കനുസരിച്ച് എനിക്ക് വരികൾ എഴുതാൻ പറ്റുന്ന, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ 2024 ഞാനിങ്ങനെ ഒരു മൂകാംബിക ദേവിയെ പറ്റിയിട്ടുള്ള ഒരു പാട്ട് എഴുതി ഇങ്ങനെ കുട്ടൻ ചേട്ടൻ അയച്ചു കൊടുത്തു. അപ്പോൾ കുട്ടൻ ചേട്ടൻ എടാ ഞാൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് കഴിയട്ടെ എന്ന് എനിക്കൊരു വോയിസ് ഇട്ടു.
ഒരു വൈകുന്നേരം ആയപ്പോ പുള്ളി എന്നെ നന്നായിട്ട് പാടി, പുള്ളി കുട്ടൻചേട്ടന്റെ ശബ്ദത്തിൽ തന്നെ പാടി എനിക്ക് അയച്ചു തന്നു. എന്നിട്ട് ഒന്ന് എടാ ഇത് കൊള്ളാം, നമുക്കൊരു പാട്ട് ചെയ്യാം എന്ന് എന്നെ വിളിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ എന്റെ മനസ്സിൽ എന്താണ്, ഒരു പ്രണയഗാനമൊക്കെ എഴുതി ആൾക്കാരെ കയ്യിലെടുക്കാൻ. ഒന്നാം ഡിസംബർ മാസമാണ്, തണുപ്പ് സമയമാണ്. അപ്പൊ പിറ്റേന്ന് രാവിലെ ഞാൻ കോളേജിൽ പോയ സമയത്ത് കുട്ടനെ വിളിച്ചിട്ട് നമുക്ക് മണ്ഡലകാലമാണ്, നീ ഒന്നും നോക്കല്ല, അയ്യപ്പനെ പറ്റിയിട്ടൊരു പാട്ട്. പൊതുവെ എനിക്കിപ്പോഴും എനിക്ക് ഭക്തിഗാനം എഴുതാൻ എനിക്ക് അത്ര വലിയ താല്പര്യമുള്ള ആളല്ല ശരിക്കും. എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഭക്തിയുള്ള ആളുമല്ല. ഭക്തിഗാനം അത് നമ്മളെന്ത് വിചാരിക്കുന്ന ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കും. ഞാൻ കുട്ടൻചേട്ടൻ ഒരുപാട് പറഞ്ഞു, ചേട്ടാ എനിക്ക് വേറെ എന്തെങ്കിലും ഒരു മാറ്റിപ്പിടി, അപ്പൊ നമുക്ക് അയ്യപ്പന്റെ ഒരു പാട്ട് വെച്ച് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് എന്റെ എഴുതാൻ പറയുന്നു. എനിക്ക് ഒരു വരി പോലെ എഴുതാൻ പറ്റും. ഒരു 2 ദിവസം 3 ദിവസം 4 ദിവസം എനിക്ക് ഒരു വരി പോലെ എഴുതാൻ പറ്റുന്നില്ല. ഞാൻ ചേട്ടാ പറ്റുമെന്ന് തോന്നുന്നില്ല. ആദ്യമേ നമുക്ക് ഇതങ്ങ് അപ്പം എന്നെ കൂടെ പോയി വഴക്കൊക്കെ പറഞ്ഞു, നീ അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, മറ്റാണ് മറിച്ചാണ് എന്നൊക്കെ കുറെ എന്തൊക്കെ സംസാരിച്ചു. അപ്പൊ ഞാൻ ചേട്ടാ അപ്പൊ എനിക്ക് അങ്ങോട്ട് പറയാൻ എനിക്കൊരു പേടിയാണ്. കാര്യം കുട്ടൻചേട്ടൻ എന്ന് പറഞ്ഞത് എനിക്ക് 100-ൽ പരം ഗാനങ്ങൾ പലർക്ക് വേണ്ടിയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ പുള്ളിയുടെ ഞാൻ കിരങ്ങി അങ്ങോട്ട് പറയും. അവസാനം ഞാൻ നിവർത്തിയില്ല പറഞ്ഞു, ചേട്ടാ എനിക്ക് 2 വരി എനിക്ക് ട്യൂണ് എനിക്ക് ചേട്ടാ ഒന്ന് മൂളി ഇട്ട് തരാൻ പറ്റും. അപ്പൊ പുള്ളി അതിനെ കളിയാക്കി, നീ ആരാണ് മറ്റേ കളിയാക്കി, നമ്മളെ തമാശ രൂപത്തിലാണ്. പക്ഷെ കുട്ടൻ എനിക്കൊരു പല്ലവി എനിക്ക് മൂളി തന്നു. പക്ഷെ എന്തോ പല്ലവി കിട്ടി എനിക്കൊരു 2-3 മിനിറ്റ് കൊണ്ട് ഞാൻ പാട്ട് മൊത്തം എഴുതി. അത് അഭിജിത്ത് കൊല്ലം എന്ന് പറയുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗായകനാണ്. എന്റെ ആദ്യത്തെ പുറത്തിറങ്ങിയ ആദ്യത്തെ പാട്ട് പാടിയിട്ടുള്ള അഭിജിത്ത് കൊല്ലം എന്ന് പറയുന്നത്. നല്ല ശബ്ദമുള്ള നല്ല ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ വോയിസ് ആണ് പുള്ളി. വളരെ മനോഹരമായിട്ട് പുള്ളി അത് പാട്ട് പാടി. അത് ശബരി തീർത്ഥം എന്നാണ് ആൽബത്തിന്റെ വിളികൾ കടലായി ശരണം വിളികൾ കടലായി അലകളുതിർക്കും മലമേലെ കാനന വഴികൾ തേടിയലഞ്ഞു നിന്നെ കാണും നേരത്ത്. വായന എങ്ങനെ ഒരു സമയത്ത് ഭയങ്കരമായ വായനയായിരുന്നു. ഭയങ്കരം വെച്ച് കഴിഞ്ഞാല് വേറെ ഒരു ലോകം ഇല്ല ശരിക്കും. ഒരു സൗഹൃദം, ഒരു വലിയൊരു സൗഹൃദ വലയം പോലും എനിക്കില്ല. വായന എന്തും വായിക്കും. വീട്ടിൽ വായിക്കുന്നു. എനിക്ക് ആദ്യം ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലായിരുന്നു ജോലി. നേരെ അവിടെ തിരുവനന്തപുരത്തുള്ള സെൻട്രൽ ലൈബ്രറി പോകുന്നു, അവിടെ പോയി കുറച്ച് സമയം. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാനിപ്പോഴും വിചാരിക്കുന്നത് പണ്ട് വായിച്ചു വെച്ചതിന്റെ അതായിരിക്കും ഇപ്പൊ പുറത്തോട്ട് വരുന്നതെന്നാണ്. ഇപ്പൊ പിന്നെ വായന കൂടുതൽ മൊബൈലിലാണ്. ഞാൻ പുസ്തകങ്ങളുണ്ട്, എക്സിബിഷനും ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകുമ്പോൾ വാങ്ങാറുണ്ട്. ചില പ്രസാധകര് ചില പുസ്തകങ്ങൾ അയച്ചു തരാറുണ്ട്. പക്ഷെ എന്നാലും വായന ഒന്ന് കുറഞ്ഞു. അത് ഒന്ന് ആൾക്കാരടുത്ത് പറയുകയും ചെയ്തു. വാക്കുകളിൽ എവിടെയോ ഒരു വാക്കുകൾക്ക് വേണ്ടി ഇങ്ങനെ പരതന പോലെയൊക്കെ എന്ന് ഇപ്പൊ രാമേന്ദ്ര സാറിനെ പോലെയൊക്കെയുള്ള ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട്. അല്ല, അതെന്നറിയോ പറയുന്ന കാര്യം എന്ന് വെച്ചാല് നമ്മൾ സ്ഥിരം കേൾക്കുന്ന കുറെ വരികളുണ്ടല്ലോ, തികച്ചും ലളിതമായിട്ടുള്ള. ഇപ്പോൾ ഭക്തിഗാനം എന്ന് പറഞ്ഞാൽ അമ്മ നാരായണ എന്നൊക്കെ പറഞ്ഞാൽ സ്ഥിരം കേൾക്കുന്ന കുറെ ഒരു പാറ്റേൺ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി ബാലുവിന്റെ പാട്ടുകൾ, അപ്പോൾ ഭക്തിഗാനമായാലും പിന്നെ മെലഡി സോങ്ങുകളായാലും ആ വരികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പം ആ ഓണപ്പാട്ട് ഞാൻ ശ്രദ്ധിച്ചതിൽ സാധാരണ ഓണം, തിരുവോണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരം അത്തരം വാക്കുകളാണ് സാധാരണ പറയുക. പക്ഷെ ആദ്യത്തെ പല്ലവിയിലൊന്നും അങ്ങനെ ഓണത്തെക്കുറിച്ചോ അങ്ങനെ ഒരു യാതൊരു സാധനവും ഇല്ല അല്ലേ. അപ്പൊ അങ്ങനെയുള്ള അത് അപ്പൊ ഇത് ചിലർ ശ്രദ്ധിക്കുമ്പോഴാണ് ചില ന്യൂനതകൾ അല്ലേ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം കൂടുതൽ നന്നാവുന്ന ഒരാളിൽ നിന്നാണ് വിമർശനം വരുന്നത്. അല്ല സ്ഥിരം സാധാരണ രീതിയിൽ പോകുന്ന ഒരാളിനോട് വിമർശിക്കേണ്ട കാര്യമില്ല. അവരിൽ നിന്ന് വേറെ ഒന്നും കിട്ടാൻ പ്രതീക്ഷിക്കുന്നു. എന്താണ് ആ ഓണപ്പാട്ടിലേക്കുള്ള ഒരു അത്? ശരിക്കും പറഞ്ഞാൽ ഓണത്തിന് ഞങ്ങള് 2 പാട്ട് ചെയ്തു. അത് ഒരെണ്ണം ആണ് ഇത് അഭിജിത്ത് കൊല്ലം, അഞ്ജലി എന്ന് പറഞ്ഞ നമ്മളെ വെള്ളനാട് അഞ്ജലി, നല്ല ഗായികയാണ്. വേറൊരു പാട്ട് പാടി, ഞാൻ കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി. അതും ഈ പറഞ്ഞ മാതിരി സംഗീതം ചെയ്തതാണ്. അതും പഴയൊരു പാട്ട്, ഇന്ന പോലെ ആയിരിക്കണം എന്നിങ്ങനെ കുട്ടൻചേട്ടൻ തന്നിട്ട് അങ്ങനെ വെച്ചിട്ട് ചെയ്തൊരു പാട്ടാണ്.
ആവണി രാവിലെ പൗർണമി നീട്ടിയ പാട്ടിൻ ശ്രുതി കേട്ടോ. അവിടെ രാവിലെ അല്ല, അതൊരു ഓണത്തിന് കേൾക്കാൻ പറ്റിയ ഒരു മൂഡിൽ ആ രീതിയിൽ തന്നെയാണ് അത് സംഗീതം ചെയ്തിരിക്കുന്നത്. അല്ലേ, ചെറിയൊരു അടിച്ചു പോലെ, എന്നാൽ ഓവറായിട്ട് നമുക്ക് കൂടുതൽ മെലഡി, എനിക്കും താല്പര്യം ഒരു മെലഡി ആവണിരാവിലെ പൗർണമി നീട്ടിയ പാട്ടിൻ ശ്രുതി കേട്ടു, കുടമാറ്റത്തിൻ അഴകു വിടർത്തിയ മഴവിൽ കസപൊടിയാ. ആവണിരാവിലെ പൗർണമി നീട്ടിയ പാട്ടിൻ ശ്രുതി കേട്ടു, കുടമാറ്റത്തിൻ അഴകു വിടർത്തിയ മഴവിൽ കസപൊടിയാ. ഞാൻ ഇതിനിടയ്ക്ക് ഞാൻ ബാലുവിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, ബാലുവിൻ്റെ വരികൾ, രാജ്മോഹൻ്റെ സംഗീതം, രവിശങ്കറിൻ്റെ ഈണം, അത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത ഒരു ഫീൽ. എനിക്ക് തോന്നുന്നു ഈ ചിലപ്പോൾ മാത്രം സംഭവിക്കുന്നതെന്ന് പറയില്ല. കാരണം നമ്മൾ എത്ര വലിയ എഴുത്തുകാരനെന്ന് ബാലു പറഞ്ഞാലും, എത്ര വലിയ സംഗീതജ്ഞനെന്ന് പിന്നെ നമ്മളെ രാജ്മോഹൻ പറഞ്ഞാലും, എത്ര വലിയ പാട്ടുകാരെന്ന് ഓരോരുത്തർ പറഞ്ഞാലും, ഈ ചില കാര്യങ്ങൾ ഈ യോജിക്കുമ്പോൾ വർക്കൗട്ട് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗന്ദര്യം. അപ്പൊ അത് ഞാനത് ആദ്യമായിട്ടാണ് ആ ഒരു പാട്ട് കേൾക്കുന്നത്. കഥ പറയാമെന്ന് ചൊല്ലി പിന്നെ മുകിലൊരു മഴയായി പെയ്തിറങ്ങി, പറയുവാൻ വയ്യ പ്രണയമേ നിന്നെ ഒരു വേള കാണാൻ കൊതിച്ചു പോയി. സത്യം പറഞ്ഞാൽ അത് രവിശങ്കറിന്റെ പിന്നെ ശബ്ദത്തിൽ വളരെ സൈലന്റ് മോഡിൽ കേൾക്കാൻ പറ്റിയ ഒരു പാട്ട്. ട്യൂണിടാതെ ഒരു പാട്ടും അങ്ങനെ എഴുതിയിട്ടില്ല. എല്ലാ പാട്ടുകളും ട്യൂണിട്ട് തന്നെയാണ്. അപ്പൊ എനിക്കെല്ലാം എഴുതാൻ പറ്റുന്നുണ്ട്, പക്ഷെ സ്പീഡ് ഇത്തിരി ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അപ്പൊ അതും ഇങ്ങനെ പ്രൊഡ്യൂസർമാർ വരുന്നു, പാട്ട് ആവശ്യപ്പെടുന്നു. കുട്ടനെ എനിക്ക് എഴുതാൻ പറ്റുന്നില്ല, കുട്ടനെ കുറെ വഴക്കുകളുണ്ട്. പക്ഷെ കുട്ടനെ സംബന്ധിച്ച് പുള്ളിക്ക് തിരിച്ചാണ്, പുള്ളി ഇതിനെതിരാണ്. ശരി, കഥ പറയാമെന്നു ചൊല്ലി പിന്നെ മുകിലൊരു മഴയായി പെയ്തിറങ്ങി, പറയുവാൻ വൈകിയ പ്രണയമേ നിന്നെ ഒരു വേള കാണാൻ കൊതിച്ചു പോയി, കനവുകൾ മീട്ടിയ പാട്ടുപോലെ. പിന്നെ വാലു, ഞാൻ വേറൊരു പാട്ട് രവിശങ്കരൻ പാടിയത് തന്നെ, ഈ അനുരാഗം പോക്കുന്ന, അത് കേൾക്കുമ്പോൾ ഒരു വിരഹത്തിൻ്റെ അല്ലേ, ഒരു നൊമ്പരത്തിൻ്റെ ഒരു നേരിയ ടച്ച്. അത് ബോധപൂർവം കൊണ്ടുവന്നതാണോ അതോ ഇതുപോലെ മ്യൂസിക് ആ ഒരു ടൈപ്പ് മ്യൂസിക് തന്നതിന് ശേഷം എഴുതുക? എൻ്റെ പുറവേ എന്ന് പറഞ്ഞു ശരിക്കും വേറെ ആരോ എഴുതിയൊരു പാട്ടുണ്ടായിരുന്നു കുട്ടൻചേട്ടൻ്റെ കയ്യിൽ. വർഷങ്ങൾക്ക് മുമ്പ് ആരോ കൊടുത്തൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുട്ടൻചേട്ടൻ ഇട്ട മ്യൂസിക്കാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് വേണ്ടി സംഗീതം കൊടുത്തു വെച്ചിരുന്നു. പക്ഷെ പുള്ളി തന്നെ പറഞ്ഞാൽ വാക്കുകൾക്ക് എന്തോ ഒരു പഞ്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം രാവിലെ എന്നെ വിളിച്ചിട്ട് ഈ പാട്ട് എനിക്ക് കേൾപ്പിക്കും. അതായത് ഈ ചെയ്തു വെച്ച പാട്ട് എന്നെ കേൾപ്പിക്കും. എന്നിട്ട് ഒന്നിന്റെ വരികളൊക്കെ നീ മറന്നു വെച്ചോ, ഇതാണ് ട്യൂണ്, ഒരു സാധനം വേണം. അപ്പൊ ഞാൻ ചേട്ടാ ആരാണ് ചേട്ടാ പാടുന്നത്? മെലഡിയാണ്, രവിശങ്കർ ഇത്രാം തീയതി ഇവിടെ വരും, നമുക്കത് പാടിപ്പിക്കണമെന്ന് പറഞ്ഞു. ചുമ്മാ വാക്കുകൾ വർക്ക് ചെയ്യും. പക്ഷെ എഴുതി വന്നപ്പോഴാണ് ആ പാട്ടിന്റെ എല്ലാ അക്ഷരങ്ങളും തോന്നുന്ന ആയില്ല. പ്രത്യേകത അതായത് അനുരാഗ കാവ് എന്ന്. അപ്പൊ എനിക്ക് ആ പഴയ പാട്ടിന്റെ സംഗീതവും തന്നു, ഒന്നുകൊണ്ട് പോസ്റ്ററും എനിക്ക് തന്നു, അവരന്ന് ചെയ്ത് വെച്ച്. അപ്പൊ അതിലാ പോസ്റ്ററില് ഒരു യുവാവും ഒരു യുവതിയും ഒരു കുടയൊക്കെ ചൂടി അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു താമരപ്പൂ, കുറെ വള്ളം, ഇങ്ങനെയൊക്കെ കുറെ പോസ്റ്ററാണ് എനിക്ക് തന്നു. അപ്പൊ എഴുതാൻ പറഞ്ഞു. അങ്ങനെ പക്ഷെ അതങ്ങനെ സംഭവിച്ചു പോയതാണ്. തുടക്കം മുതൽ അവസാനം വരെ ആ എന്ന അക്ഷരമാണ് നമ്മളതിൽ സംഭവിച്ചു. വരിക്ക് ലെങ്ത് വളരെ കുറവാണ്. നല്ല പാട്ടാണ്, നല്ല ഈ കേട്ടിരിക്കാൻ പറ്റിയ. നേരത്തെ നമ്മൾ ആ കഥ പറയാൻ എന്ന് പറയുന്ന പാട്ട് പോലെ തന്നെ ഒരുപക്ഷെ അതിനെക്കാൾ കുറച്ചുകൂടി സ്ലോ ആയിട്ട് അല്ലേ, ഭയങ്കര സ്ലോ ആയിട്ട് ചെയ്തവർ. അത് എനിക്ക് തോന്നുന്നു രാജ്മോഹന്റെ ചില പാട്ടുകളുടെ ഒരു കോംബോ വളരെ. അതെ അല്ല, അത് നമ്മൾ വിട്ടുപോകുന്ന ഒരു പേരുണ്ട് കുട്ടൻചേട്ടൻ്റെ ഒപ്പം തന്നെ ഓർക്കസ്ട്ര ചെയ്യുന്ന അജയ് തിലക്, വളരെ ഗ്രേറ്റ് മ്യൂസീഷ്യനാണ്. പുള്ളിയുടെ ഒരു ഓർക്കസ്ട്ര വരുമ്പോ ഒരു വേറെ ലെവലിലോട്ടാണ്. ഈ അനുരാഗ് ശരിക്കും പുള്ളിയാണ് അത് ഓർക്കസ്ട്ര. അനുരാഗം പൂക്കുന്ന കാവിൽ അതിലോലയായ എന്റെ മുന്നിൽ
അറിയാത്ത ഭാവത്തിൽ നിന്നു അഴകേ നീ എന്റെ നിഴലാ. ഈ നിഴല് പറ്റാത്ത ഓർമ്മതൻ സന്ധ്യയിൽ ബാക്കി ഓർമ്മ ഉണ്ടോ? നിഴല് പറ്റാത്ത രാവുമായി സന്ധ്യയിൽ കനവ് നെയ്യുന്ന പെണ്ണായിരുന്നവൾ. അതായത് ഒരു ചില കാര്യങ്ങൾ നമ്മളത് അതിലേക്കൊന്ന് നോക്കുമ്പോൾ നല്ലൊരു രവിശങ്കറാണ് പാടിയത്. അതിലും ഒരു സ്മൃതി എന്നാണ് സംഗീത ആൽബത്തിന്റെ പേര്. സ്മൃതി എന്നാണ്. വളരെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഈ രവിശങ്കർ പാടിയ എല്ലാ പാട്ടുകളും അല്ലേ എല്ലാം നല്ല. എത്ര പാട്ടുകൾ രവിശങ്കറിനെ കൊണ്ട് പാടി? രവിശങ്കർ സാർ ഏറ്റൊരു 6-7ഓളം പാട്ടുകൾ വലിയ പടത്തൊരു പാട്ട് ഉടനെ ഉണ്ട്. അത് ശരി. പുള്ളിയുടെ ഡേറ്റ് ഞാനത് 3-4 പാട്ടാണ് ഞാൻ കേട്ടത്. പുള്ളിയായിട്ട് സഹകരിക്കാൻ നമുക്ക് ഭയങ്കര നല്ല രസമാണ്. ഞങ്ങൾ കൂടെ നിൽക്കും. ഞങ്ങൾ കൂടെ ഓരോ വാക്കുകളും ഞങ്ങൾ കൂടെ സമയം എടുത്തായാലും നല്ലൊരു. ഈ അത് മാത്രമല്ല ഈ പിന്നെ ഓർക്കസ്ട്രേഷൻ ചെയ്യുന്ന ശ്രീനാഥ് ഓർക്കസ്ട്ര നമ്മൾ വിളനാട് തന്നെയുള്ള ശ്രീനാഥ് ഏറ്റവും കൂടുതൽ എൻ്റെ പാട്ടുകൾക്ക് ഓർക്കസ്ട്ര ചെയ്തിട്ടുള്ളത് ശ്രീനാഥാണ്. ഓർക്കസ്ട്ര ചെയ്ത് ശ്രീനാഥിനെയാണ് എൻ്റെ ട്രാക്കും പാടി തരുന്നത്. നമ്മൾ എന്നിട്ടാണ് പുറത്ത് ഒറിജിനൽ വോയിസ് നമ്മൾ കൊടുക്കുന്നത്. ശ്രീനാഥിന്റെ പാട്ട് കൊടുത്തിട്ട് അല്ല ശ്രീനാഥ് നല്ലൊരു പാട്ടുകാരനാണ്. അതുപോലെ ബാലുവിൻ്റെ പ്രണയഗാനങ്ങൾക്കൊരു എന്താണ് വല്ലാത്ത ഫീല്. അത് സംഗീതത്തിൻ്റെ കൂടി ആകാം. പക്ഷേ ആ വരികൾക്ക് ഒരു എന്താണ് ഒരു സാധാരണ ജീവിതവുമായി അല്ലെങ്കിൽ ഞാൻ പ്രണയിച്ച് നടന്ന ഒരാളാണ് എന്ന ഒരു ബോധ്യം ആ പ്രണയത്തിലുണ്ട്. നിഴലുവറ്റാത്ത രാവുമായി സന്ധ്യയിൽ കനവു നെയ്യുന്ന പെണ്ണായിരുന്നവൾ. നിഴലുവറ്റാത്ത രാവുമായി സന്ധ്യയിൽ കനവു നെയ്യുന്ന പെണ്ണായിരുന്നവൾ. മഴ കനക്കുന്ന പകലിന്റെ നെറുകയിൽ അഴകു തീർക്കുന്ന പെണ്ണായിരുന്നവൾ. നമ്മൾ നേരത്തെ സംസാരിച്ചത് ഈ ഭക്തിഗാനങ്ങളുടെ ഒരു ഒഴുക്ക് അല്ലേ? ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളതും ഈ അവസാനം ചെയ്ത ഒരു ഗാനം, അതായത് MG ശ്രീകുമാർ ചെയ്ത ഒരു ഗാനം. എങ്ങനെയാണ് അത്? അത്യാവശ്യം നല്ല റീച്ചായി നല്ല ഹിറ്റായ ഒരു പാട്ടാണ്. എന്താണ് അതിലേക്കുള്ള ഒരു വഴി? ഈ MG സാറൊക്കെ ഒരു പാട്ട് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. അതെ. അപ്പൊ അതിന്റെ ഏറ്റവും വലിയൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിന് ആ പാട്ട് ഇഷ്ടപ്പെടണം. അങ്ങനെ ഒരു സാധനമുണ്ട്. 2 ഇത്രയും വലിയൊരു സാമ്പത്തികം ഒരു സെലിബ്രിറ്റി ഒക്കെ ഒന്ന് പാടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞങ്ങൾ ആദ്യം എനിക്ക് കുട്ടൻചേരൻ ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കും ഒരു ചെറിയൊരു ആഗ്രഹം, ഒരു കൊതി ഉണ്ടായിരുന്നു. MGയെ പോലെയൊക്കെയുള്ള ഒരാൾ പാടുവോ? പക്ഷെ അദ്ദേഹത്തിന്റെ വരികൾ ഇഷ്ടപ്പെട്ടു. വളരെ നല്ല വരികളാണ്. നല്ല കേട്ട അങ്ങനെ ഒരു ഫീഡ്ബാക്ക് വന്നപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. പക്ഷെ എങ്ങനെ ചെയ്യും? അപ്പൊ ഇത്രയും വലിയ റെമ്യൂണറേഷൻ കൊടുക്കുക ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞങ്ങൾ അതിന് ഏറ്റവും വലിയ സഹായിച്ചത് ഈ ദേവീ ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ ഭരണസമിതി, ഇപ്പൊ ഈ പുതിയ ഭരണസമിതി ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞങ്ങളത് 2-3 തവണ പുറകോട്ട് പോയപ്പോഴും സെക്രട്ടറി ഉൾപ്പെടെ ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചിട്ട് അവരെ ആ ഒരു ടീം ഇരുന്നിട്ട് ഇത് ചെയ്യണം, എന്ത് വന്നാലും ചെയ്യണം, അത് വേണ്ട എല്ലാ നല്ല സഹകരണമാണ്. പിന്നെയും ചെയ്യണം, അപ്പൊ നവരാത്രിക്കൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് അവർക്ക് വലിയൊരു നന്ദി ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. അപ്പൊ അങ്ങനെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ MG സാർക്ക് തിരക്കിലായിരുന്നു. പുള്ളി എന്തോ ഒരു ഓസ്ട്രേലിയൻ പര്യടനം അങ്ങനെ എന്തോ ആയിരുന്നു. പക്ഷെ വന്ന ഉടനെ തന്നെ അദ്ദേഹം വളരെ ഒരു MG സ്റ്റൈലില് ഒരു പാട്ട് പാടി വെച്ചു. എന്റെ വലിയൊരു നമ്മൾ അതിന്റെ വരികളും നല്ല രസമാണ്. അതായത് കൂടുതലും ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, അമ്പലത്തിന്റെ പുറത്തുമായിട്ടുള്ള ബന്ധപ്പെട്ട കുറച്ച് കാര്യം അങ്ങനെയൊക്കെയാണ് ആ പാട്ട് എഴുതി വെച്ചിട്ടുള്ളത്. ഭക്തിഗാനങ്ങളാണെങ്കിൽ പോലും നമ്മൾ കുറച്ചുകൂടി ഒരു വെറൈറ്റി കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്. വെള്ളനാട് ഭഗവതി വെണ്മ പൂണ്ട സ്വരജതി കർണികാര ശോഭ പോലെ പുലരിനിട്ടും പല്ലവി. പാട്ടെഴുത്തിനെ കുറിച്ച് ആണ് ഇതുവരെ സംസാരിച്ചത്. കൂട്ടത്തിൽ നല്ലൊരു പാട്ടുകാരനും കൂടിയാണ് എന്ന് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. ഈ പാട്ട് പാടുന്നത് ഒരുപക്ഷെ എന്താണ് വിൽപ്പാട്ട് എന്ന ഒരു കലാരൂപത്തിലൂടെ അല്ലേ? അതാണ് കൂടുതലും അതാണ്. ഒരു 4-5 വർഷത്തോളമായി വിൽപ്പാട്ടിലേക്ക് ഒരു സമിതിയുടെ കൂടെ ഇങ്ങനെ യാത്ര ഇങ്ങനെ തുറന്നു. എങ്ങനെയാണ് വിൽപ്പാട്ടിലേക്കുള്ള എൻട്രി?
വിൽപ്പാട്ടിലേക്ക് ഇതെല്ലാം നമ്മൾ എത്തപ്പെടുന്നതാണ്. നമ്മള് അല്ല സംഭവിച്ചു പോകുന്നതാണ്. അതിൽ ശരിക്കും ഒരു വലിയൊരു നന്ദി പറയേണ്ടത് നമ്മുടെ വെള്ളനാട്ടിലുള്ള പ്രദീപ് ചേട്ടൻ. അത് ഭയങ്കര നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ഭയങ്കര ശബ്ദത്തിന്റെ ഉടമയാണ്. അദ്ദേഹവും ഞാനും കൂടെയാണ് ആ ഒരു സമിതിയിൽ പ്രവർത്തിക്കുന്നത്. അല്ല, പ്രദീപിന് ഈ നാടകവും ഈ ഇതിന്റെ കഥ പറച്ചിലായിട്ട് നല്ലൊരു അവതരണ ശൈലി ഭയങ്കരമാണ്. നോട്ടുമാലയൊക്കെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. ഭയങ്കര ജനം കയ്യടിയും ഒക്കെയാണ് ഭയങ്കര. അപ്പൊ അദ്ദേഹം ഞാനും കൂടെയാണ് ആ ഒരു സമിതിയിൽ പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ പൂർണ്ണ പിന്തുണയാണ്. അങ്ങനെ പറയാറുണ്ട്, എന്റെ ശബ്ദവും അദ്ദേഹത്തിന്റെ ശബ്ദവും തമ്മിൽ വളരെ യോജിച്ച് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് എത്തിപ്പെടുന്നത്. ഞാൻ അവിടെ ഒരു അമ്പലത്തിൽ ഭജനയ്ക്ക് വേണ്ടി പോയതാണ്. അത് വർഷങ്ങൾക്ക് മുമ്പ് പോയതാണ്. അപ്പൊ ഈ പാട്ട് കേട്ടിട്ട് ഈ സമിതിയുടെ സെക്രട്ടറി എന്നെ വിളിച്ചിട്ട് കൊണ്ടുവരികയാണ്. പ്രദീപേട്ടനും യാദൃച്ഛികമായിട്ട് വരികയാണ്. ഞങ്ങൾ നല്ല പരിചയമൊക്കെ ഉള്ള ആൾക്കാരാണ്. യാദൃശ്യമായിട്ട് വരികയാണ്. പക്ഷെ പിന്നെ ഞങ്ങളെ വെച്ചിട്ടാണ് അത്യാവശ്യം. അപ്പൊ അതിന്റെ പാട്ട് കാര്യമായിട്ടാണെങ്കിൽ ഒരു അതിന്റെ അല്ല ഏതെങ്കിലും പാട്ട് പാടാം. മേഘരാഗങ്ങളാൽ മഞ്ഞിൽ പൊഴിയുമീ മുത്തുകളാകയും നമ്മൾ കുറച്ചാണെങ്കിലും വളരെയേറെ കാര്യങ്ങൾ സംസാരിച്ചു. പല പാട്ടുകളിലൂടെ നമ്മൾ പോയി. എന്തായിരുന്നാലും ഈ സ്ഥിരം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ആൽബങ്ങളിൽ കേൾക്കുന്നതിനേക്കാൾ ഒന്നുകൂടി പലർക്കും കേൾക്കാൻ ഒരു അവസരം നമ്മളിലൂടെ ഉണ്ടാകട്ടെ എന്നും കൂടെ ഒന്ന് ആഗ്രഹിക്കുന്നു. ഒരുപാട് അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊരു വിശാലമായ പ്ലാറ്റ്ഫോമാണല്ലോ പാട്ടെഴുത്തെന്ന് പറയുന്നത്. ഒരുപാട് സാധ്യതകളുള്ള ഒരുപാട് എഴുത്തുകാരുണ്ട്. ധാരാളം എഴുത്തുകാർ നമ്മുടെ വെള്ളനാട്ടുണ്ട്. ധാരാളം എഴുത്തുകാരും ഗായകരൊക്കെ നിറഞ്ഞൊരു സ്ഥലമാണ് വെള്ളനാട്. തീർച്ചയായും. അപ്പൊ അതിലേക്ക് കൂടുതൽ അവസരങ്ങൾ വായുവിന് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എനിക്കും വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ ചെറുനാട്ടെ പറഞ്ഞ മാതിരി തന്നെ വെള്ളനാട് അത്യാവശ്യം കലാകാരന്മാരുടെ ഒരു സ്ഥലമാണ്. വെള്ളനാട് ധാരാളം എഴുത്തുകാരുടെയും പാട്ടുകാരുടെയും ഒക്കെ ഒരു സ്ഥലമാണ്. അപ്പൊ അതില് ഈ ബാലമുരളി എന്ന് പറയുന്ന പേര് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയിട്ട് എനിക്ക് വളരെ കുറച്ച് നാളുകളായിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ അമ്പലത്തിലെ ഈ ഒരു MG ശ്രീകുമാർ സാറിനെ പോലെയൊക്കെയുള്ള ആൾക്കാർ പാടിയ ശേഷം കുറച്ചും കൂടെ എന്നേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരാളെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുക, അതിന് ഒരു അവസരം ചെയ്തെന്ന് ചേട്ടന് അങ്ങോട്ടൊരു വലിയ നന്ദി പറയുകയാണ്. അപ്പൊ അത് എനിക്ക് മാത്രമല്ല, ഇപ്പൊ ചേട്ടന്റെ മറ്റു ഇന്റർവ്യൂസ് ഞാനിങ്ങനെ കാണാറുണ്ട്. ഞാനിങ്ങനെ അഭിപ്രായങ്ങൾ ചേട്ടനത് പറയാറുണ്ട്. വലിയൊരു കാര്യമാണ് ചേട്ടനെ പോലുള്ള ആൾക്കാർ ചെയ്യുന്നത്. അതായത് ഈ അറിയപ്പെടാതെ പോകുന്ന ആൾക്കാര് തന്നാൽ കഴിയുന്ന രീതിയിൽ ഒരുപാട് ഈ പാട്ടെഴുത്തോ എന്നുള്ളതല്ല, ധാരാളം വ്യത്യസ്തമായ കഴിവുകളുള്ള ഒരുപാട് പേര് വെള്ളനാട് ആൾക്കാർ അറിയപ്പെടട്ടെ. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. കൂട്ടത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു സന്തോഷം. വലിയൊരു കാര്യമാണ്. വീണ്ടും പറയണത്, വീണ്ടും ഇവിടെ ബാലമുരളി വീണ്ടും വരണം പുതിയ പാട്ടുകളുടെ വിശേഷങ്ങളുമായി. ഞാനത് വിചാരിച്ചു, ചേട്ടൻ എന്നെ ഈ പരിപാടിക്ക് ക്ഷണിക്കുമ്പോ എന്ത് പറയും, നമ്മൾ എന്നും കാണുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് തമ്മിൽ എന്താണ് സംസാരിക്കാനുള്ളൊരു ആശയക്കുഴപ്പമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞു നമ്മള് എങ്ങനെ പറഞ്ഞ് സംസാരിച്ചങ്ങ് പോയി. എന്തായാലും വളരെ സന്തോഷം. ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. നന്ദി ഒരിക്കൽ കൂടെ പറയുന്നു.